ഹായ് ഫ്രണ്ട്സ്, ലിനീസ് ഫുഡ് കോർണറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് തയ്യാറാക്കുന്നത് ഒരു വെജ് സ്റ്റൂ ആണ്. കോൾറാബി എന്ന് പറയും. കോൾറാബി അഥവാ അല്ലെങ്കിൽ നൂൽക്കോൽ എന്നൊക്കെ പറയുന്ന ഒരു വെജിറ്റബിൾ ഉണ്ട്. നമ്മൾ ഇവിടെ നിന്ന് അധികം ആളുകളൊന്നും ഉപയോഗിച്ച് ഞാൻ കണ്ടിട്ടില്ല. പിന്നെ അത് നല്ലൊരു ടേസ്റ്റാണ്. നമ്മളിപ്പോൾ സ്റ്റൂ ചെയ്തിട്ട് നല്ല ടേസ്റ്റിലാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ അതെങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചുതരാം. അതിന് മുന്നേ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം. തൊട്ടടുത്ത് ബെല്ലൈക്കനും കൂടി ഒന്ന് പ്രസ് ചെയ്യുക. ഞാൻ എല്ലാ ദിവസവും വീഡിയോസ് ഇടുന്നുണ്ട്. അതിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കിട്ടുന്നതിന് വേണ്ടി ഓൾ എന്ന ഓപ്ഷനും കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കുക. അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് എടുക്കാം. ഞാനിവിടെ ഇതാണ് കോൾറാബി എന്ന് പറഞ്ഞ വെജിറ്റബിൾ. ഇത് നമ്മളിതുപോലെ അതിൻ്റെ അടിവശം ഇതുപോലെ ചെത്തി ഇങ്ങനെ ചീന്തിയെടുക്കണം. അതിൻ്റെ തൊലി ഇങ്ങനെ ഇതുപോലെ തന്നെ ചീന്തിയെടുക്കണം. പെട്ടെന്ന് തന്നെ അത് നമുക്ക് ചീന്തിയെടുക്കാനായിട്ട് പറ്റും. അത് നമുക്ക് എത്രയും പെട്ടെന്ന് ഒന്ന് ചീന്തിയെടുത്ത് വൃത്തിയാക്കി ഒന്ന് പീസാക്കി എടുക്കാം. ഞാനിപ്പോൾ ഇത്രയും എടുത്തിട്ടുണ്ട്. രണ്ട് വലുതും രണ്ട് ചെറിയ കോൾറാബിയാണ് എടുത്തിരിക്കുന്നത്. അത് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി നമുക്ക് എടുക്കാം. ഇതുപോലെ ചെയ്തെടുക്കാം. ഇപ്പം എല്ലാം അതുപോലെ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് ഇനി കഴുകി നമുക്ക് ഇതിലേക്ക് വേണ്ട മറ്റ് ഇൻഗ്രീഡിയൻസൊക്കെ ഇതിലേക്ക് ഇട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. ഞാനൊരു 3-4 പച്ചമുളക് ചെറുതാക്കി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു ഇഞ്ച് വലിപ്പമുള്ള ഇഞ്ചി ചെറുതാക്കി ചതച്ചെടുത്തിട്ടുണ്ട്. ഒരു 10-15 വെളുത്തുള്ളി ചതച്ചെടുത്തിട്ടുണ്ട്. ഒരു വലിയ സവാള ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് വേപ്പില എടുത്തിട്ടുണ്ട്. അത്യാവശ്യത്തിന് ഒരു 2 ചെറിയ പീസ് പട്ട, 3-4 കരയാമ്പൂ, 3-5 ഏലക്ക, അത്യാവശ്യത്തിന് ഉപ്പ്. ഇതെല്ലാം ചേർത്ത് നമുക്കിതൊന്ന് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. കുക്കറിലേക്ക് ഞാൻ ഇട്ടിട്ടുണ്ട്. ഇനി അതിലേക്ക് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിത് അടച്ച് സ്റ്റൗവിലേക്ക് വെച്ചത് ഫ്ലെയിം ഓൺ ചെയ്യാം. ഒരു 5-6 അടിയെങ്കിലും അടിക്കണം ഇത് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതാവട്ടെ. ആ സമയം നമുക്ക് ഒരു തവ സ്റ്റൗവിൽ വയ്ക്കുക. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായി വന്നിട്ടുണ്ട്. ഞാൻ കുറച്ച് വേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ഇഞ്ചി ചതച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട്. 2 സവാളയും ചെറുതാക്കി അരിഞ്ഞ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് വഴറ്റി മൂപ്പിച്ചെടുക്കാം. പെട്ടെന്ന് വഴണ്ടി കിട്ടാൻ വേണ്ടിയിട്ട് നമുക്കൊരു പൊടിക്ക് ഉപ്പും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് വഴറ്റാം. ഇപ്പം നല്ലതുപോലെ വഴണ്ടി വന്നിട്ടുണ്ട്. ഒരു പച്ചമുളക് ഞാനതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ശരിക്കും നല്ല സോഫ്റ്റായി കഴിയുമ്പോൾ നമുക്കിതിലേക്ക് 1/2 സ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. ഒരു 1/4 സ്പൂൺ ഗരം മസാലയും കൂടി ഇട്ട് കൊടുക്കാം. ഇത് വീണ്ടും നല്ലതുപോലെയൊക്കെ ഒന്ന് വഴറ്റുക. ഇനി നമുക്ക് ഈ സ്റ്റൂവിന് കുറച്ച് കുറുകിയിരിക്കാൻ വേണ്ടിയിട്ട് ഒരു 1-1.5 സ്പൂണ് കോൺഫ്ലോർ ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് വഴറ്റാം. ഇത് ചേർത്ത് കഴിഞ്ഞാൽ നമ്മൾ തേങ്ങാപ്പാൽ ഒഴിച്ചാലും കുറച്ചും കൂടി ഒന്ന് കുറുകിയിരിക്കാൻ വേണ്ടി നല്ലതാണ്. കുറച്ചധികം ഗ്രേവിയൊക്കെ ആയിട്ട് നമ്മൾ വെക്കുകയാണെങ്കിൽ ആ ചാറിന് നല്ല കട്ടി കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ കോൺഫ്ലോർ ചേർക്കുന്നത് വളരെ നല്ലതാണ്. ഇനി നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന കോൾറാബി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെയൊക്കെ ഒന്ന് ഇളക്കുക. ഞാനിവിടെ ഒരു തേങ്ങ 1 ഗ്ലാസ് വെള്ളം ഒഴിച്ച് അടിച്ച് തലപ്പാൽ മാറ്റി വെച്ചിട്ടുണ്ട്. 2ാം പാൽ ഞാൻ 1.5 ഗ്ലാസ് വെള്ളം ഒഴിച്ച് അടിച്ചതാണിത്. ആ പാൽ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. 1.5 ഗ്ലാസ് വെള്ളമാണ് ഞാൻ 2ാം പാലിന് ഒഴിച്ചത്. തലപ്പാൽ മാറ്റി വെച്ചിരിക്കുകയാണ്. ഇതൊന്ന് കുറുകി കഴിയുമ്പോൾ നമുക്ക് തലപ്പാൽ ഒഴിച്ച് ഇറക്കാം. നല്ലപോലെ തിളച്ചൊക്കെ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഇറക്കുന്നതിന് മുന്നേ ഇതിലേക്ക് ഒരു 1/4 സ്പൂൺ വാനില എസൻസും കൂടി ചേർത്ത് കൊടുക്കണം. പിന്നെ ഒരു പൊടിക്ക് പഞ്ചസാരയും കൂടി നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കേണ്ടതാണ്. ഇനി നമുക്ക് വാനില എസൻസ് ചേർത്ത് കൊടുക്കാം. 1/4 സ്പൂൺ വേണമെന്നില്ല, ഒരു 2-3 തുള്ളി മതി. ഒരു നേരിയ ഒരു ഫ്ലേവറിന് വേണ്ടി മാത്രം. ഇത് ഓപ്ഷനിലാണ്, വേണമെങ്കിൽ മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി. പിന്നെ ആ ഒരു ഫ്ലേവർ സ്റ്റൂവിന് നല്ലതാണെന്ന് മാത്രം. നല്ലതുപോലെ തിളച്ചൊക്കെ വന്നിട്ടുണ്ട്. ഒന്ന് പതുക്കെ ഒന്ന് ഇളക്കി കൊടുക്കാം.
ഞാൻ പറഞ്ഞ ആ ഒരു 1/4 സ്പൂൺ പഞ്ചസാരയും കൂടി നമുക്കിതിലേക്ക് ഒന്ന് ആഡ് ചെയ്യാം. ഒന്നും കൂടി നന്നായി ഒന്ന് തിളച്ചൊന്ന് കുറുകി വരട്ടെ. കുറുകി വന്ന് കഴിയുമ്പോൾ നമ്മുടെ തലപ്പാൽ, ഒരു 3/4 ഗ്ലാസോളം തലപ്പാലുണ്ട്, അത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കണം. നല്ലതുപോലെ കുറുകി ഇനി നമുക്ക് തലപ്പാൽ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് പതുക്കെ ഒന്ന് ഇളക്കി കൊടുക്കുക. നമ്മുടെ കോൾറാബി സ്റ്റൂ റെഡിയായി. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. കുറച്ച് കിസ്മസും വേപ്പിലയും കൂടി ഞാനിതിൽ താളിച്ചിടുന്നുണ്ട്. നമ്മുടെ നാട്ടിലൊക്കെ പതിയൊന്നും ഈ സാധനം ഉപയോഗിക്കില്ലെങ്കിലും നിങ്ങളെല്ലാവരും ഒന്ന് ചെയ്തു നോക്കുക. നല്ല ടേസ്റ്റുള്ള സ്റ്റൂ ആണ്. നമ്മൾ ഉരുളങ്ങൊക്കെ വെച്ച് സ്റ്റൂ ഉണ്ടാക്കുന്നതിന് അതേ ഒരു രുചിയൊക്കെ തന്നെ ഇതിലും കിട്ടും. അപ്പോൾ എല്ലാവരും ഇത് ചെയ്തു നോക്കണം. എൻ്റെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ കമൻസും കൂടി ഒന്ന് താഴെ കമൻറ്റ് ബോക്സിൽ ഇട്ടേക്കുക. അപ്പോൾ നാളെ ഇതുപോലെ തന്നെ വ്യത്യസ്തമായ മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.